ഹായ് ഓൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലാസ് കേക്ക് ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ലുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതെന്തായി തീരും എന്നുള്ളത് നമുക്ക് കാണാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്, മാംഗോ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി എടുത്തിട്ടുണ്ട്, ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, അതായത് ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം എടുക്കാം. പിന്നെ ഞാൻ ആപ്പിളും ഏത്തപ്പഴവും ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല, ഞാനിത് സെറ്റ് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോഴേ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിളൊക്കെ ഇങ്ങനെ കറുത്ത് വരാനായിട്ട് തുടങ്ങും. ഇനി നമുക്ക് വേണ്ടത് ജെലാറ്റിനാണ്. അപ്പം ഞാനിവിടെ 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 50 ഗ്രാം ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബൗളിനകത്തോട്ട് ജെലാറ്റിൻ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തില്ല, അത് ആ ഒരു കവറ് ആ ഒരു പാക്കറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് 50 ഗ്രാം ജെലാറ്റിൻ ഈ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജെലാറ്റിനെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുവാണ് സ്പൂൺ വെച്ചിട്ട്. അതിനുശേഷം വീണ്ടും ഞാനിങ്ങനെ വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജെലാറ്റിൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിൽ ജെലാറ്റിൻ കിട്ടും. ഇനി ഒരു പാത്രം എടുക്കുക, അതിനകത്തോട്ട് 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മൾ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഞാനപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കുക. നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന പഞ്ചസാര കംപ്ലീറ്റ് അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജെലാറ്റിൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 50 ഗ്രാം ജെലാറ്റിന് 3/4 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ജെലാറ്റിൻ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ജെലാറ്റിൻ ആ ഒരു വെള്ളത്തിനകത്തോട്ട് നന്നായിട്ട് അലിഞ്ഞു ചേരുന്നത് വരെ നമ്മൾ ഇതിനെ ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ജെലാറ്റിൻ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജെലാറ്റിൻ കംപ്ലീറ്റ് അലിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന ആ ഒരു ജെലാറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് നിറയുന്നത് വരെ, ഒന്ന് കവറായി കിട്ടുന്നത് വരെ മാത്രം ആ ഒരു മിക്സ്, ആ ജെലാറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഒരു 3 മിനിറ്റ് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുക. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ വെക്കുന്നത് ആപ്പിളാണ്. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ ആ ഒരു സ്കിൻ താഴേക്ക് വരുന്ന രീതിയിൽ വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് അകത്തി വെച്ച് കൊടുക്കുക. നമുക്ക് എല്ലാ ഫ്രൂട്ട്സും, നമ്മൾ ഇതിനകത്ത് വെക്കുന്ന എല്ലാ ഫ്രൂട്ട്സും വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ആപ്പിൾ വെച്ചു, പിന്നെ മാംഗോ വെച്ചു. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കംപ്ലീറ്റ് ഫ്രൂട്ട്സും ഇതുപോലെ വെച്ച് കൊടുക്കുക.
അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് ഇതുപോലെ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ 1 സെൻറ്റിമീറ്റർ വിട്ട് ബാക്കി എല്ലായിടത്തും ഇതുപോലെ ഫ്രൂട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജലാറ്റിൻ്റെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ഫാസ്റ്റായിട്ടൊന്നും ചെയ്യണ്ട. നമ്മൾ ആ ഫ്രൂട്ട്സിൻ്റെ കറക്റ്റ് ലെവലിലാണ് ജലാറ്റിന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. വെളിയിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. അപ്പോൾ നമുക്ക് വെളിയിൽ വെച്ചിട്ട് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മുടെ ബാക്കി വന്ന ആ ഒരു ജലാറ്റിൻ്റെ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ബീട്രൂട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ജ്യൂസ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ ജ്യൂസ് എടുക്കുക, എങ്കിലേ നമുക്ക് ആ ഒരു റെഡ് കളറ് നന്നായിട്ട് കിട്ടുള്ളൂ. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഗ്ലാസ് കേക്ക് കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്, പൂർണ്ണമായിട്ട് സെറ്റായിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കളറ് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഗ്ലാസ് കേക്ക് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, എങ്കിലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗ്ലാസ് കേക്ക് ആ ഒരു പാത്രത്തോട് കൂടി തന്നെ കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഇറക്കി വയ്ക്കുക. 2 മിനിറ്റ് ഇറക്കി വയ്ക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഇതുപോലെ കമഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ആ ഒരു പാത്രം, നമ്മൾ ആ ഒരു ഗ്ലാസ് കേക്ക് ഇരുന്ന പാത്രം പതുക്കെ പൊക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഗ്ലാസ് കേക്ക് കിട്ടുമെന്ന്. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പാത്രം ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോരും. പിന്നെ ഇത് ഒരുപാട് നേരം വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ വെക്കരുത്. 2 മിനിറ്റ് അത്രയും മതി. ഒരുപാട് നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു ജലാറ്റിൻ മെൽറ്റായി തുടങ്ങും. അപ്പോൾ എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആ കംപ്ലീറ്റ് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഗ്ലാസ് കേക്കിൻ്റെ റിവ്യൂവിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ടൈപ്പ് കേക്കാണ്. പിന്നെ എനിക്കൊരു പോരായ്മ തോന്നി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മധുരം കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി അധികം ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ മധുരം കുറച്ചും കൂടി കൂടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പ്രത്യേകിച്ച് ഞാനിത് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്രൂട്ട്സൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ അതാണ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചത്. എന്തായാലും അത് സക്സസ് ആയി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.